ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ അതല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടോ കഴിക്കാൻ പറ്റിയ നല്ല പൊരിച്ച പത്തിരീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കൂട്ടാൻ നല്ല ബീഫ് ഫ്രൈൻ്റെ റെസിപ്പിയും കൂടിയുണ്ട്, സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് ഇതെല്ലാം മിക്സിയിൽ പൊടിച്ചെടുക്കാം. അതുപോലെ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, അതും ഇങ്ങനെ പൊടിച്ച് വെക്കാം. അപ്പോൾ ഇതൊന്ന് പൊടി വാട്ടാനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഗീ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഈ മസാല അരച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതൊന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് അളവിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 2 കപ്പ് പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ എന്നിട്ട് തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. പിന്നെ പൊടി ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ഫ്ലെയിമിൽ ലോ ഫ്ലെയിം ആക്കി വെക്കണം. എന്നിട്ട് ഇതൊന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കാം. പിന്നെ ഇതൊന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊന്ന് മൂടി വെക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ ആ ടൈമിൽ അതൊന്ന് ജസ്റ്റ് കുക്കായിട്ട് വരും. പിന്നെ 10 മിനിറ്റ് ശേഷം ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇതൊരു വെള്ളം വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഓരോ പൊടിക്കും വ്യത്യാസമായിരിക്കും. ഇതൊന്ന് കുഴച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു പൊടി തേങ്ങ ഇട്ട് കൊടുക്കാം. ആ ക്രഷ് ചെയ്ത് വെച്ച് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ സ്മൂത്തായി കുഴച്ച് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കരിഞ്ചീരകമോ അതല്ലെങ്കിൽ കറുത്ത വെള്ളമോ ചേർത്തെടുക്കാം. ഇത് നല്ലോണം സ്മൂത്തായി കുഴച്ചെടുക്കാം. ക്രാക്കൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ ബാക്കിയുള്ളത് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ഇതുപോലത്തെ ഒരു ഷേപ്പർ വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ഞാൻ കുറച്ച് കനം കുറച്ചിട്ടാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇത് നോർമലി ഇതൊരു 1 ഇഞ്ചോളം കനത്തിലുണ്ടാവും. അപ്പം ഇവിടെ എല്ലാവർക്കും കുറച്ച് കനം കുറച്ചിട്ടാണ് ഇഷ്ടം, അതുകൊണ്ടാണ് അങ്ങനെ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു കനത്തിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഗോൾഡൻ കളറായി എടുക്കുന്ന സമയത്ത് നമുക്കിതൊന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ പുറം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് കോംബോ ആയിട്ട് ഞാനിവിടെ ബീഫ് ഫ്രൈ ആണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 2 ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. പച്ചമുളക്, തക്കാളി ഒരു 3 എടുത്തിട്ടുണ്ട്. ഇതെല്ലാം വാടി വരുന്ന ടൈമിൽ കഴുകി വെച്ച് ബീഫ് ഇട്ട് കൊടുക്കാം. അതുപോലെ 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 വലിയ സ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒരു 1/2 ടീസ്പൂൺ മസാലപ്പൊടിയും പിന്നെ അതുപോലെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5-6 വിസിൽ ആയിട്ടുണ്ട്. ഇതൊന്ന് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും മല്ലിച്ചപ്പ് ചേർത്ത് നന്നായി മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എന്തായാലും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി വെക്കാം. നമുക്ക് എളുപ്പത്തിൽ മടിയൊക്കെ പിടിച്ചിരിക്കുന്ന ടൈമിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.